Hi friends, welcome to the new video. Today we are going to talk about roundabout job definition, duties and responsibilities and their skills and qualifications for the job. And if you like this video, don't forget to like, share and subscribe my channel. ഇന്ന് പറയാൻ പോകുന്നത് റോസ്റ്റബോട്ട് എന്ന് വെച്ചാൽ എന്താണ്, അവരുടെ ജോലി എന്തൊക്കെയാണ്, എന്തൊക്കെ സ്കിൽസ് ആണ് ഈ ജോലിക്ക് വേണ്ടത്, പിന്നെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത. ഇത്രയുമായിരിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. Let's start with roundabout job definition. We all know that roundabout is the entry point for workers in oil and gas industry. They are manual laborers and responsible for keeping oil and gas rig running safely and smoothly. They work more than 12 hours in a shift, so they need to be physically fit and need good stamina. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ വർക്കേഴ്സിൻ്റെ പ്രവേശനം റോസ്റ്റബോട്ടിൽ നിന്നാണ്. അതുമാത്രമല്ല, റിഗുകൾ സുരക്ഷിതമായും കാര്യക്ഷമമായും പ്രവർത്തിക്കാൻ ഇവരുടെ പങ്ക് ചെറുതല്ല. ഇവരുടെ ജോലി സമയം 12 മണിക്കൂറായതുകൊണ്ട് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. റിഗിൽ റോസ്റ്റബോട്ട് കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റ് വരുന്നത് ഫ്ലോർമാൻ ആണ്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് റോസ്റ്റബോട്ട്: റിപ്പോർട്ട് അൺസേഫ് ജോബ് ടു ദ സൂപ്പർവൈസർ, ഫോളോ റിഗ് മാനേജർ, അസിസ്റ്റന്റ് ഡ്രില്ലർ ആൻഡ് ലേബർ ഫോർമാൻ ഓർഡേഴ്സ്, റിലീവിംഗ് ഫ്ലോർമാൻ, clean, scraps and paint different equipments at the rig site, and also make good housekeeping. സുരക്ഷിതമല്ലാത്ത ഏതൊരു ജോലി കണ്ടാലും അത് നമ്മുടെ സൂപ്പർവൈസറിനോട് റിപ്പോർട്ട് ചെയ്യണം. റിഗ് മാനേജർ, അസിസ്റ്റന്റ് ഡ്രില്ലർ, അതുപോലെ തന്നെ ലേബർ ഫോർമാൻ ഇവരുടെ ഓർഡേഴ്സ് അതേപടി നടപ്പിലാക്കുക. എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ ഫോർമാനെ റിഗ് ഫ്ലോറിൽ പോയി റിലീസ് ചെയ്യേണ്ടതാണ്. റിഗിലെ ഉപകരണങ്ങൾ വൃത്തിയാക്കേണ്ടതും സ്ക്രാപ്പ് ചെയ്യേണ്ടതും പെയിൻറ് ചെയ്യേണ്ടതും നമ്മുടെ കടമയാണ്. റിഗ് സൈറ്റ് വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. മിക്സിംഗ് കെമിക്കൽസ് ടു പ്രിപ്പയർ മഡ് ഫോർ ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ് എക്സെപ്റ്റ് കോസ്റ്റിക് സോഡ. ഇറ്റ്സ് ആൾസോ കോൾഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇറ്റ്സ് കെമിക്കൽ ഫോർമുല ഈസ് NaOH. It is very dangerous chemical, should be mixed by the derrick man. Cleaning the mud tanks. It should be cleaned before when we change the mud from water base to oil base. നമുക്കറിയാം, ഡ്രില്ലിംഗ് ഓപ്പറേഷന് മഡ് ആവശ്യമാണ്. ഇത് മിക്സ് ചെയ്യേണ്ടത് നമ്മളാണ്. എക്സെപ്റ്റ് കോസ്റ്റിക് സോഡ, ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കെമിക്കലാണ്. ഇത് റിഗിലെ ഡെറിക് മാൻ മാത്രമായിരിക്കും മിക്സ് ചെയ്യാനുള്ള അവകാശം. അതേപോലെ തന്നെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ടാസ്ക്കാണ് മഡ് ടാങ്ക് ക്ലീനിങ്. വാട്ടർ ബേസിൽ നിന്ന് ഓയിൽ ബേസിലേക്ക് മഡ് മാറ്റുകയാണെങ്കിൽ മഡ് ടാങ്ക് വൃത്തിയാക്കിയിരിക്കണം. ഫോളോ കമ്പനി HSE പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. Participate and promote company health and safety campaigns, policies, procedures and ensures personal safety and other workers in the rig. കമ്പനിയുടെ HSE നയങ്ങളും നടപടിക്രമങ്ങളും പിന്തുടരണം. അതുമാത്രമല്ല, കമ്പനിയുടെ സുരക്ഷ പ്രമോട്ട് ചെയ്യുന്നതിനായി ക്യാമ്പയിനുകളിൽ പങ്കെടുക്കണം. പിന്നെ സ്വന്തം സുരക്ഷയും കൂടെ ജോലി ചെയ്യുന്നവരുടെ സുരക്ഷയും ഉറപ്പുവരുത്തേണ്ടതാണ്. Helps the assistant driller to maintain and repair different drilling equipments and also helps them to measure the length of drill pipe and casing pipe for tally. Prepare the casing pipe by cleaning the thread by wash gun or diesel. Remove protectors from pin and box side, both drill pipe and casing pipe. Also, rifting the casing pipe. Rifting helps us to know if there is any damage inside the pipe. And also fixing centralizers on the casing pipe. റിഗിലെ വ്യത്യസ്ത ഡ്രില്ലിംഗ് ടൂൾസ് നന്നാക്കുവാനും പരിപാലിക്കുവാനും അസിസ്റ്റന്റ് ഡ്രില്ലറെ സഹായിക്കേണ്ടതാണ്. മാത്രമല്ല, ഡ്രിൽ പൈപ്പും കേസിംഗ് പൈപ്പും അളക്കാനും ADയെ സഹായിക്കേണ്ടതാണ്. ഇത് അളക്കുന്നത് റിഗ് ടേപ്പ് വെച്ചിട്ടാണ്. കേസിംഗ് ഓപ്പറേഷന് മുമ്പ് കേസിംഗ് പൈപ്പിൻ്റെ പിൻ ആൻഡ് ബോക്സ് സൈഡ് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇത് ക്ലീൻ ചെയ്യുന്നത് പ്രഷർ വാഷ് ഗൺ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡീസലായിരിക്കും. അടുത്ത ഒരു മെയിൻ ടാസ്ക്കാണ് ഡ്രിഫ്റ്റിംഗ് കേസിംഗ് പൈപ്പ്. ഇത് എന്താണെന്ന് വെച്ചാൽ പൈപ്പിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കേടുപാടുകളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. മാത്രമല്ല, കേസിംഗ് പൈപ്പിൽ സെൻട്രലൈസേഴ്സ് ഫിക്സ് ചെയ്യേണ്ടതും നമ്മളാണ്. ഓഫ് ലോഡ് സപ്ലൈസ് ആൻഡ് മൂവ് ഇറ്റ് ടു ദ സ്റ്റോറേജ് ഏരിയ ആൻഡ് മൂവ് ഡ്രില്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ടു ദ റിഗ് സൈറ്റ്. ഹെൽപ്പ് മെക്കാനിക് ആൻഡ് ഇലക്ട്രീഷ്യൻ ഫോർ ഇൻസ്റ്റാളിംഗ് ന്യൂ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ആൾസോ ഇഫ് ദർ ഇസ് എനി ഡാമേജ് ടു ദ എക്യുപ്മെൻറ്റ്സ് ഹെൽപ്പ് ദം ടു റിപ്പയർ ഇറ്റ്. റിഗ് സൈറ്റിലേക്ക് എന്തെങ്കിലും സപ്ലൈസ് വരികയാണെങ്കിൽ അത് കൃത്യമായ സ്റ്റോറേജ് ഏരിയയിലേക്ക് മാറ്റണം. അതുമാത്രമല്ല, അത് ഡ്രില്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ അത് റിഗ് സൈറ്റിലേക്ക് മാറ്റേണ്ടതാണ്. പുതിയ ഉപകരണങ്ങൾ ഫിക്സ് ചെയ്യാനും അതുമാത്രമല്ല, എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഡാമേജ് ആവുകയാണെങ്കിലും റിഗിലെ മെക്കാനിക്കിനെയും ഇലക്ട്രീഷ്യനെയും റോസ്റ്റബോട്ടാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. പ്രിവെൻറ്റിംഗ് ആൻഡ് ക്ലീനിങ് അപ്പ് സ്പിൽഡ് ഓയിൽ ആൻഡ് കീപ്പിംഗ് ദ വർക്ക് ഏരിയ ക്ലീൻ.
carrying tools and components from toolbox for work and after the work return it back correctly. റിഗ് ഓപ്പറേഷനിൽ മിക്ക സമയത്തും ഓയിൽ സ്പില്ലാവും. ഇത് തടയുന്നതിനും ഓയിൽ സ്പില്ലായാൽ ആ സ്പില്ലായ ഏരിയ ക്ലീൻ ചെയ്യേണ്ടതും റോസ്റ്റബോട്ടാണ്. ജോലി ആവശ്യത്തിനനുസരിച്ച് ടൂൾ ബോക്സിൽ നിന്നും ടൂൾസ് എടുക്കണം. ജോലി കഴിഞ്ഞ് ഇത് കറക്റ്റായി തിരിച്ചു വെക്കേണ്ടതുമാണ്. Last one is Roastabot skills and qualification. Their qualification is at least a high school or diploma. And these are the skills for them. They are strength, physical and mental stamina, safety procedures, team coordination, time management and communication.